Hello friends, welcome to Taste Trips Tips. I am Grishma. ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമുള്ളത്. വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. റോ റൈസ്, ദോശ റൈസ് അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് എടുക്കാവുന്നതാണ്. അത് കുതിർത്തെടുക്കുക. 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 പൊട്ടറ്റോ വേവിച്ചെടുക്കുക. ഇനി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത അരി നമുക്ക് അരച്ചെടുക്കാം. അതിലേക്ക് അര മുതൽ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കുക. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോകരുത്. നല്ല തിക്ക് ബാറ്ററായിട്ട് വേണം അരച്ചെടുക്കാൻ. അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. വേവിച്ച ഒരു മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല. വേവിച്ച ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 2 സവാള പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പ് സവാളയോളം വരും. 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്. 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ യോജിപ്പിച്ച ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇതിലെ ഉപ്പും ഉള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉണ്ണിയപ്പക്കാരയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പനിയാര ചട്ടി എന്ന് പറയും. ഇതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൊടുക്കാവുന്നതാണ്. ഉണ്ണിയപ്പത്തിലാകുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എണ്ണയും വളരെ കുറച്ച് മതി. നമുക്ക് ഓരോ കുഴികളിലേക്കും ഓരോ സ്പൂൺ മാവ് വീതം നിറച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഉണ്ണിയപ്പം ചെറിയ സ്നാക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ നല്ലതാണ്. ഒരു ചട്നിയും കൂടെ തയ്യാറാക്കിയാൽ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.